ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വിളിക്കുന്നു. എനിക്ക് വിശപ്പില്ല മൈനെ. അമ്മേ, കഴിക്കാൻ പോവാം. മോള് കഴിച്ചിട്ട് വാ, അമ്മയ്ക്കൊട്ടും വിശപ്പില്ല. എന്തോ ഒരു സാധനം ഇവിടെ കളഞ്ഞുപോയല്ലോ. എന്റെ ഒരു അനിയത്തിക്കുട്ടി, ഇതാണോ അത്? ഓ, ആശ്വാസായി. അപ്പോ ചിരിക്കാനും അറിയാം ഈ സാധനത്തിന്. ഞാൻ വിചാരിച്ചത് പണ്ടത്തെ ദൂരദർശൻ പോലെ ഇതിന്റെ മുഖത്ത് ഒറ്റ ചാനലേ വരൂന്ന. സങ്കടമേ. വാ, അപ്പോ ഇനി എന്റെ കാര്യപരിപാടി എന്താന്ന് വെച്ചാ, ഈ അനിയത്തിക്കുട്ടി എടുത്ത് ഡൈനിങ് റൂമിൽ കൊണ്ടുപോയി വെക്കുക. അംബിക എക്സ്പ്രസ്. എനിക്ക് വിശക്കുന്നില്ല മാനസേ. അങ്ങനെയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. പറയുന്നത് അനുസരിച്ചോണം. വാ. സത്യമായിട്ടും വിശക്കഞ്ഞിട്ടാ. അതൊക്കെ അവിടെ നിക്കട്ടെ. അതെ, ഇവിടെയും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. അമ്പലത്തിൽ കൗസല്യ സുപ്രജ ചൊല്ലുമ്പോ കിച്ചണിൽ കേറിക്കൊണ്ട് നാളെ മുതല് 3 പെണ്ണുങ്ങള് കഷ്ടപ്പെടുക ഇവിടെ കിടന്ന്. സമ്മതിച്ചു പൊന്നെ. സാധാരണ കല്യാണം കഴിക്കുമ്പോ ഭർത്താവിന്റെ പെങ്ങന്മാരാ പോര് തുടങ്ങുന്നത്. ഇവിടെ ഇതിപ്പോ കല്യാണത്തിന് മുമ്പേ തന്നെ കെട്ടാൻ പോകുന്ന ആളുടെ അനിയത്തിക്കുട്ടിയെ എനിക്ക് വീണ് കിട്ടി. ഇനി നോക്കിക്കോ. ഞാനേ ഫുട്ബോള് തട്ടുന്ന പോലെ തട്ടിക്കളിക്കും. മിടിക്കുക എന്റെ മോള്. ഏട്ടന്റെ പൂർവജന്മ പുണ്യം. പിന്നെ വന്നു പഴയ ചാനല്. ഞാനൊന്ന് നോക്കട്ടെ ഈ ചാനലൊന്ന് മാറ്റാമെന്ന്. ബെഡ്റൂമില് ജീരകവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. മൈന, എന്തെങ്കിലും പിണക്കമുണ്ടോ മൈനയ്ക്ക് എന്നോട്? ഇല്ല. പിന്നെന്താ ഇങ്ങനെ? എങ്ങനെ? ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും, എന്തോ ഒരു അകൽച്ച പോലെ. എനിക്കെങ്ങനെ ആരോടും അകൽച്ചയൊന്നുമില്ല. അകൽച്ച കാണിക്കാനൊക്കെ ഇല്ല. എനിക്കിവിടെ ഒരു വേലക്കാരിയുടെ റോള് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരാ പറഞ്ഞത്? ആരും പറയാതെ തന്നെ എനിക്കറിയാം. സത്യം പറഞ്ഞ എനിക്ക് പേടിയാ നിങ്ങളെയൊക്കെ. പേടിയോ? എന്തിന്? ഒരാളുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റാൻ തുനിഞ്ഞ സിദ്ധാർത്ഥന്റെ അനിയത്തി തന്നെ അല്ലേ അംബിക? അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുന്നത് തന്നെ എനിക്ക് ഭയമാ. എപ്പോഴാ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും ശീലിച്ചിട്ടില്ല, അതുകൊണ്ടാ.
ഇറ്റ്സ് എ താങ്ക്ലെസ് ജോബ്. സ്വന്തം വീട്ടിലെ തീന്മേശ വൃത്തികേടായി കിടക്കുമ്പോ മറ്റു വല്ലവരുടെയും ഡൈനിങ് ടേബിൾ കഴുകി തുടയ്ക്കാനാണോ നോക്കേണ്ടത്? ഓഹ്, ഞാനത് മറന്നു. ഈ മാരണം എങ്ങനെ ഇവിടെ എത്തിയെന്നാകും അംബികയുടെ സംശയം. നമുക്ക് അങ്ങനെ കാലവും സമയവും ഒന്നുമില്ല അംബിയെ. നമ്മളെ എവിടെയാണോ ആവശ്യം അവിടെ എത്തിയിരിക്കും കൃത്യസമയത്ത്. ശരിക്കും ഒരു മായാവി. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ആ, വീടിന്റെ കാര്യം. എനിക്കിങ്ങനെ വീടൊന്നുമില്ല. അന്ന് ഞങ്ങളൊക്കെ കൂടി കൊട്ടും കൊരവയിട്ട് അമ്പയെ ഒരു വീട്ടിലേക്ക് കെട്ടിക്കേറ്റി വിട്ടായിരുന്നല്ലോ. ആ വീടിന് എന്തു പറ്റി? മലവെള്ളപ്പാച്ചിലിൽ ഒളിച്ചുപോയോ? അതോ ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു താണുപോയോ? പത്രത്തിലൊന്നും വായിച്ചില്ലല്ലോ. എന്നിട്ട് എന്നെ മോളെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആരാ ഇറക്കി വിട്ടത്? ക്ലാസ് ടീച്ചറോ അതോ പ്രിൻസിപ്പളോ? നീ എന്താ LKG കുട്ടിയോ? ഇറക്കി വിട്ടു, പിച്ചി, മാന്തി എന്നൊക്കെ പറയാൻ. പെണ്ണെ, സ്ട്രേറ്റ് മാറ്ററിലേക്ക് വാ. ഇനി അവിടെ കേറണ്ടെന്ന് പറഞ്ഞു. ആര്? വേണുഗോപനോ? ചിലപ്പോ രണ്ടുപേരും കൂടി ആയിരിക്കും. വിക്രമനും മുത്തുവും പോലെയുള്ള ഇന്റിമസി അല്ലേ അച്ഛനും മകനും ഇടയിൽ. ഇതിനിടയില് ഒരു സ്റ്റണ്ട് സീന്റെ കാര്യമൊക്കെ കേട്ടല്ലോ. നീ പേടിക്കുന്ന പെണ്ണെ. ഞാനത് വെച്ച് ആക്ഷൻ എടുക്കാനൊന്നും പോകുന്നില്ല. ഭാര്യ ഭർത്താവ് തല്ലിയാൽ കേസില്ലെന്നാണല്ലോ നമ്മുടെ നാട്ടു നടപ്പ്. അതുപോലെ നോക്കിയാ ഭർത്താവിനെ ഭാര്യ തല്ലിയാലും കേസുണ്ടാവാൻ പാടില്ല. നോക്കണ്ട മോളെ, ദേഹത്ത് കൈവച്ച അപ്പ കൊടുത്തോണം തിരിച്ച്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തല്ലുകൊള്ളേണ്ടി വരും. പിന്നെ ഇങ്ങനെ പൂങ്കണ്ണീരും തൂകി മൂക്കും പിഴിഞ്ഞ് നടക്കാം. നെഞ്ചു പൊട്ടി കരയുമ്പോ ഭൂമി പിളർന്ന് താഴോട്ട് പോകാൻ നീ സീതയുടെ മോളൊന്നും അല്ലല്ലോ. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? മേഡം തന്നെ പറഞ്ഞതാ. ഓ, നിന്നോട് പറഞ്ഞ മുഴുവൻ ഡയലോഗും എന്റെ എനർജി വേസ്റ്റ്. മോള് തൽക്കാലം ഇപ്പൊ ഒരു കാര്യം ചെയ്യും. വല്ല ബാഗോ കിടുമണിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ അതും പെറുക്കി കെട്ടി എന്റെ കൂടെ വാ. കൂട്ടത്തില് ആ കൊച്ചിനും കൂടെ എടുത്തു. നമ്മൾ നേരെ പോകുന്നത് വേണുഗോപന്റെ വീട്ടിലേക്കാ. ഇനി മോള് വന്നില്ലെങ്കിലും എന്റെ വണ്ടി വേണുഗോപന്റെ വീട്ടിലേക്ക് തന്നെ പോകും. അവിടുന്ന് അവനെ കുത്തിന് പിടിച്ച് പൊക്കി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും. അതിനെ സുഷമയ്ക്ക് യൂണിഫോമിന്റെ ബലമൊന്നും വേണ്ട. സിവിൽ ഡ്രസ് തന്നെ ധാരാളം. അപ്പൊ ആരാ വരുന്നത്? ഹസ്ബൻഡോ വൈഫോ? ഞാൻ വരാം. എന്ന് വേഗം ആവട്ടെ, പോയിട്ട് വേറെയും പണിയുള്ളതാ. ഗൗരി ചേച്ചിയോടൊന്നും പറയാതെ. ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ ഞാൻ പറഞ്ഞോളാം. മോള് പോയിട്ട് വാ. സ്റ്റോപ്പ് ദേർ. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഒരു പണിയും പാതിയിൽ നിർത്തിക്കളയുന്നത് സുഷമയ്ക്ക് ഇഷ്ടമല്ല ഡോക്ടറെ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയ പിന്നെ അത് തീർന്നിട്ടേ നിർത്താറുള്ളൂ. മതിയടി നിന്റെ കവലപ്രസംഗം. ആരും ക്ഷണിക്കാതെ ഒരു ദിവസം ഈ വീട്ടിലോട്ട് തള്ളിക്കേറി വന്ന ദിവസം പുള്ളി കുത്തി വച്ചതാ നിന്ന് ഞാൻ. മാനസികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ കല്യാണ മണ്ഡപത്തിൽ നീ സെറ്റിട്ട് നടത്തിയ നാടകത്തിൽ പൊട്ടിയത് ലക്ഷങ്ങൾ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ അഭിമാനം കൂടിയാ. വേണുഗോപൻ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ഭദ്രമാകുമായിരുന്നോ മാനസയുടെ ജീവിതം? അതിനൊക്കെ എന്തെല്ലാം വഴികളുണ്ട്. മാനസിക്ക് ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ ഇരു ചെവി അറിയാതെ കല്യാണം ഒഴിയായിരുന്നില്ലേ? അത് നിങ്ങളുടെ വഴി, സുഷമയുടെ വഴി വേറെ. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ
അംബികയ്ക്കൊരു ജീവിതം കിട്ടുമായിരുന്നോ? ആ കുഞ്ഞിന് ഒരു അച്ഛനെ കിട്ടുമായിരുന്നോ? ആർക്കടി കിട്ടിയത് ജീവിതം? കല്ലിലടിച്ച പൂക്കര പോലെ മനസ്സും ശരീരവും തകർന്ന ഒരമ്മയെയും കുഞ്ഞിനെയും കാണാം നിനക്ക് ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ. പോയി കണ്ണു നിറച്ച് കാണു. നീ കാണാൻ മാത്രമല്ല, അവരെ കൊണ്ടുപോകാൻ വേണ്ടി കൂടിയാ സുഷമ വന്നിരിക്കുന്നേ. അതേതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി ഇടാനല്ല, വേണുഗോപന്റെ വീടിന്റെ പൂമുഖത്ത് കത്തുന്ന നിലവിളക്കിന്റെ പ്രഭയോടെ തെളിച്ചു നിർത്താനാ. നടക്കില്ല. ഈ വീട്ടിൽ നിന്ന് അംബികയും കുഞ്ഞിനെയെന്നല്ല, ഗൗരിയുടെ അനുവാദം ഇല്ലാതെ ഒരു ഈച്ചയെ പോലും പിടിച്ചോണ്ട് പോകാൻ നിനക്ക് കഴിയില്ല. കൊണ്ടുപോയിരിക്കും ഞാൻ മാഡം. വേണ്ട, കളപ്പുരയ്ക്കൽ ഗൗരിയോട് കോർക്കാൻ നീ യൂണിഫോമിൽ മുക്കുന്ന കഞ്ഞിപ്പശയുടെ കട്ടി പോരാ നിനക്ക്. കളപ്പുരയ്ക്കൽ ഗൗരിയോടൊന്നല്ല, ആരോട് കോർക്കാനും സുഷമയ്ക്ക് യൂണിഫോമിലെ കഞ്ഞിപ്പശയുടെ കട്ടിയൊന്നും വേണ്ട മാഡം. വിയർപ്പൊഴുക്കി അധ്വാനിച്ച പണം കൊണ്ട് കുഞ്ഞുനാളിൽ അച്ഛൻ കോരിത്തന്ന 2 കുമ്പിൾ കഞ്ഞിയുടെ ശക്തി മതി. അത്രയ്ക്കൊന്നും പോകണ്ട മാഡം. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കൊടുക്കാൻ എണ്ണമറ്റ സംവിധാനങ്ങളുള്ള നാട് നമ്മുടേത്. ഒരൊറ്റ ഫോൺ കോൾ മതി ചൈൽഡ് ഹെൽപ്പ് ലൈനും ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ പറന്നിങ്ങെത്താൻ. ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി അംബിക കള്ളം പറഞ്ഞാലും തിരിച്ചും മറിച്ചും 2 വട്ടം ചോദിക്കുമ്പോ തത്ത പറയുന്നത് പോലെ സത്യം പറഞ്ഞു പോകും ആ കുഞ്ഞ്. നല്ലൊരു വാർത്തയായിരിക്കും പത്രക്കാർക്കും ചാനലുകാർക്കും. ഇത്രയുമൊക്കെ പീഡനത്തിന് ഇരയായ അമ്മയെയും കുഞ്ഞിനെയും എല്ലാം അറിഞ്ഞിട്ടും ഒരു പരാതിയും നൽകാതെ പാർപ്പിച്ചിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ വസതിയിൽ. പീഡനത്തിന് ഇരയായ കുഞ്ഞിനെ ചികിത്സിച്ചത് SP-യുടെ ഭാര്യയുടെ മേൽനോട്ടത്തിൽ. പിന്നെ വേണമെങ്കിൽ ഓരോ പത്രക്കാരുടെയും ഭാവന അനുസരിച്ച് ഉപകഥയും മെനഞ്ഞുണ്ടാക്കാം. അനിയത്തിയുടെ പ്രതിശ്രുതവരനെ തട്ടിയെടുത്ത അംബികയോട് SP-ക്ക് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നോ പീഡനത്തിന് കൂട്ടുനിന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പണി പോലീസിലായതിന്റെ തിളപ്പാ നിനക്ക്. ഞാനത് തണുപ്പിച്ചു തരാം. ഇത് തിളപ്പോ അഹങ്കാരം ഒന്നും അല്ല മാഡം, അഭിമാനം മാത്രമാ. ഒരു സ്ത്രീ എന്ന നിലയിലുള്ള അഭിമാനം. വിത്ത് യുവർ പെർമിഷൻ കൊണ്ടുപോകാൻ ഞാൻ അംബികയും കുഞ്ഞിനെയും. അവളുടെ ഒരു ലീഗൽ പ്ലേ മൈ ഫുഡ്. സുഷമയ്ക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും പിടിയില്ല മാഡം. പക്ഷേ ഡോക്ടറോട് പറയാൻ മാത്രമുള്ള ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിത്രേ ഉള്ളൂ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന്. ആദരവ് കൊടുത്ത് ആദരവ് നേടണമെന്ന്. നീയെന്നും എടിയൊന്നും ഒക്കെ ചുമ്മാതങ്ങ് കയറി വിളിച്ചു കളയല്ലേ. അത് പോലീസിനെയാണെന്ന് ഓർമ്മിച്ചേക്കണം. ഇതൊന്നും നോക്കി. എന്നതാടാ, കാശ് ചെലവാകുന്ന വല്ല കാര്യമാണോ? അല്ലച്ച, കാശ് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യ. ആ, എന്നാ നോക്കാം. അയ്യോ, ഇതൊരു പെണ്ണല്ലയോ? ആ വകുപ്പിൽ നമുക്കെങ്ങനെ കാശ് കിട്ടും? അവള് നമുക്ക് ഈ വീട്ടിലേക്ക് കൂട്ടാച്ച. സ്ത്രീധനത്തിന്റെ വകുപ്പിൽ കാശ് കിട്ടുന്ന കാര്യം പറഞ്ഞത്. അതിപ്പോ നിന്റെ അമ്മയോടുള്ളപ്പോ എങ്ങനെയാടാ? അച്ഛൻ വെറുതെ തമാശ പറഞ്ഞ് നേരം കളയല്ലേ. ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞത്. നിന്നോട് ആര് പറഞ്ഞാടാ ഇപ്പൊ പെണ്ണന്വേഷിക്കാൻ? അതെന്താച്ചാ, എനിക്കും വേണ്ടേ കൂട്ടിനൊരാള്? ഉണ്ടായിരുന്നല്ലോ ഒരാള്, താലി കെട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണ്. അടിച്ചിറക്കി വിട്ടല്ലേ അവളെ? ചായ ആവാം, ഉപദേശം വേണ്ട.
ആ മോന്റെ പരിപാടി എന്താണെന്ന് കൂടെ പറ. തകരപ്പാട്ട, കുപ്പി, കലം എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ പോലെ പെണ്ണുണ്ടോ എന്ന് ചോദിച്ച് ഓരോ വീട്ടിലും കയറി ഇറങ്ങാനാണോ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എടാ, പെണ്ണ് കിട്ടുന്നതും പശുവിനെ വളർത്തുന്നതും ഒരേപോലെ. വരുമാനത്തിലായിരിക്കണം കണ്ണ്. പശുവിന് നല്ല ചന്തം ഉണ്ടെങ്കിലും കറവയില്ലേ തീർന്നില്ലേടാ. നിന്റെ ഈ ഫോണിലും ലാപ്ടോപ്പിലുള്ള കളി തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്ക്. അങ്ങനെ കുറെ കളിച്ചിട്ടല്ലേ ആ മാനസി എന്ന് പറയുന്ന മാരണത്തിന്റെ വായി പോയി നീ പെട്ടത്. ഉടുക്കോ എന്തായി? ആ എടുക്കാ ചരക്ക് നിന്റെ തലേ കയറിയതും പോരാ, നാട് നീളം നമ്മൾ നാറുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? പേരുദോഷത്തിന്റെ ഒരു കറുത്ത പൊട്ട് വീണുപോയതുകൊണ്ട് അതോർത്ത് ദുഃഖിച്ച് ജീവിതം തീർക്കാൻ എന്റേതൊരു പെൺജന്മം അല്ലല്ലോ അച്ഛാ. അങ്ങനെ പറ, അതാണ് പോയിന്റ്. അതിനെപ്പറ്റി നിനക്കൊരു ബോധം വേണം. സാധാരണക്കാര് പറയും പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിനെ അല്ല പെണ്ണിന്റെ അമ്മയെ നോക്കണമെന്ന്. പെണ്ണിന്റെ അമ്മ നല്ല തടിച്ചിയാണെങ്കിലേ 10-20 കൊല്ലം കഴിയുമ്പോ പെണ്ണും അതുപോലെ ചക്കപ്പോത്തിനെ പോലെ ആവും. അവിടെയാ പെണ്ണിന്റെ അമ്മയെ നോക്കണമെന്ന് പറയുന്ന പോയിന്റ്. എന്നാൽ അരവിന്ദാക്ഷൻ പറയും പെണ്ണോ പെണ്ണിന്റെ അമ്മയോ ഒന്നുമല്ല, പെണ്ണിന്റെ അച്ഛനെ നോക്കണമെന്ന്. അയാൾ ഇതുവരെ എന്തുണ്ടാക്കി, ഇനി എന്തുണ്ടാക്കാൻ പോകുന്നു, കാറ്റ് പോകുന്ന നേരത്ത് നമുക്ക് ഇങ്ങോട്ട് എത്ര പോരും എന്നൊക്കെ. അതാണ് അരവിന്ദാക്ഷന്റെ പോയിന്റ്. അതുകൊണ്ട് ഇനി നീയല്ല, ഈ അരവിന്ദാക്ഷൻ പെണ്ണന്വേഷിക്കും. ചട്ടിയാണെങ്കിലും പൊട്ടിയാണെങ്കിലും നീ ഒന്ന് നിന്ന് തന്നാ മതി. അച്ഛൻ പറയുന്ന ഏത് മറുതയുടെ കഴുത്തിലും താലികെട്ടാൻ ഈ വേണുഗോപൻ റെഡിയാ. നമ്മുടെ ബ്ലേഡ് മാധവനില്ലേ, ആ ഒരു ലൈനിൽ വരുന്നവരെ നമ്മൾ പിടിക്കാവൂ. പക്ഷെ എന്ത് ചെയ്യാം, മാധവന് പെമ്മക്കളില്ല. പിന്നെ വേറെ ആരെയാ നോക്കുക? വരൂ അച്ഛാ, അങ്ങനെയാണ് ഈ ലോകത്തിന്റെ ക്രമം. ഈ 8 കാലി വല നെയ്യുന്നേ ഉള്ളൂ, ഇര തനിയെ അതിൽ വന്ന് വീഴുന്നത്. വേണുമോനെന്താ കൊതുകിനെയോ മറ്റോ അടിച്ച് പ്രാക്ടീസ് ചെയ്യാറെന്നും തോന്നുന്നല്ലോ. അതെന്ത് പണിയാ വേണു. മുന്നോട്ട് വെച്ച കാല് മാത്രമല്ല, കൈയും നമ്മൾ പിന്നോട്ട് വലിക്കാൻ പാടില്ല. അങ്ങനെയാ ആണുങ്ങള്, ശരിക്കുള്ള ആണുങ്ങള്. ഇനി ഏതെങ്കിലും ഫൈറ്റ് സീന്റെ തുടക്കം മറ്റോ ആയിരുന്നോ? ഇതൊരു അടിപൊളി ലൊക്കേഷനാ. മിക്കവാറും ഫൈറ്റ് സീനൊക്കെ ഉണ്ടെന്ന് കേട്ടു. ആരാ ഇതിന്റെ സംഘടന സംവിധാനം? ത്യാഗരാജനോ അതോ മാഫിയ ശശിയോ? അയ്യോ സാറോ, ഞാനതൊക്കെ മറന്നു. അരവിന്ദാക്ഷൻ സാർ ഇവിടെ ഉള്ളപ്പോ എന്തിനാ ത്യാഗരാജനും മാഫിയ ശശിയും ഒക്കെ? പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട് അരവിന്ദാക്ഷൻ സാറേ. സാധാരണ സ്ഥിരം ഫൈറ്റ് നടക്കുന്ന ലൊക്കേഷനിലൊക്കെ കുറെ പഴയ ടയറും ട്യൂബും ഒക്കെ കെട്ടിയിടാറില്ലേ ഒരു ഷോയ്ക്ക്? അതൊന്നും ഇവിടെ കാണാനില്ല. അതും അല്ലെങ്കിൽ ഫൈറ്റ് നടക്കുമ്പോ തല്ലി പൊട്ടിക്കാനായിട്ട് കുറച്ച് ഗ്ലാസ് ടേബിളും പാത്രങ്ങളും ഒക്കെ നിരത്തി വെക്കാമായിരുന്നില്ലേ? ഇതിപ്പോ അരവിന്ദാക്ഷൻ സാറ് മാഫിയ ശശിക്ക് പകരം വെറും ശശിയായി. ഇവിടെ ഫൈറ്റ് നടക്കണോ ഫാൻസി ഡ്രസ് നടക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒറ്റ ഒരാളാ ഈ അരവിന്ദാക്ഷൻ. എന്റെ പൊന്നു മോളിപ്പോ ഇവിടുന്ന് ഇറങ്ങി തന്നെ. ബാക്കിയുള്ള സീനൊക്കെ ഈ അരവിന്ദാക്ഷൻ അങ്ങ് കൺട്രോൾ ചെയ്തോളാം. അത് നടക്കത്തില്ലല്ലോ അരവിന്ദാക്ഷൻ സാറേ. ഈ സുഷമ ഇങ്ങോട്ട് വന്നത് ഒരു ഇന്റർവെൽ പഞ്ച് അങ്ങോട്ട് തരാനല്ലേ? അത് ഇറങ്ങുള്ളൂ.
ക്യാരക്ടേഴ്സ് വല്ലാതെ വീക്കാ. സാറിന് അറിയാലോ, ജീവിതത്തിൽ വീക്കായാൽ പിന്നെ പോക്കാ. അവരെയൊക്കെ ഒന്ന് സ്റ്റഡിയാക്കാനല്ലേ ഈ സുഷമയുടെ വരവ്. ഒരുപാടങ്ങ് കത്തിക്കയറല്ലേ. ഒരു പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം. ഓർമ്മയുണ്ട് അരവിന്ദാക്ഷ. ഓർമ്മ മാത്രമല്ല, അഭിമാനവും. ഏതാണ്ട് അഹങ്കാരത്തിന് തൊട്ട് താഴെ വരെ വരുന്ന അഭിമാനം. നമ്മുടെ ഈ രാജ്യത്തെ നിയമങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ അതിന്റെ ഉറപ്പ് കൂട്ടുന്നുണ്ട്. ഞെക്കി വിളിക്കുന്ന ഒരു സാധനം ഇയാളുടെ പോക്കറ്റിലും കിടക്കുന്നുണ്ടാവുമല്ലോ, മൊബൈൽ ഫോൺ. വാങ്ങുന്നത് ഏത് കമ്പനിയുടെ ഫോണാണെങ്കിലും കോണ്ടാക്ട് ലിസ്റ്റിൽ W എന്നൊരു അക്ഷരം ഞെക്കിക്കൊടുത്താൽ വിമൻസ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു നമ്പർ വരും. 1091. ഡീഫോൾട്ട് സെറ്റിംഗാ. ആ നമ്പറിൽ ഒരു പെണ്ണിന്റെ കൈവിരൽ അറിയാതെയാണെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ പാഞ്ഞു വരും പോലീസും പത്രക്കാരും ഒക്കെ. പെണ്ണ് പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പിന്നെ നിങ്ങൾ ആണുങ്ങളുടെ ബാധ്യതയാണ്.